ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഞാൻ കെമിസ്ട്രി പേപ്പറിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സാം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പറ്റിയില്ല. വേറൊരു പ്രൊമോഷന് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ കെമിസ്ട്രി പേപ്പർ. ഫസ്റ്റത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്രയും വലിയ പഠിക്കൊന്നുമല്ല ഗൈസ്. ഞാനൊരു ഏവറേജ് ഒരു മീഡിയം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ സയൻസ് എടുത്തപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ഇതെടുത്ത് പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊന്നും അങ്ങനെ റിസൾട്ടിൽ ഞാൻ കാണാറില്ലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്കങ്ങനെ മനസ്സിലാവില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ഇത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ക്വസ്റ്റ്യൻസിൽ എനിക്കത് പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എന്താ പറയുക, ക്രിസ്മസ് എക്സാമിലൊക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നു. കെമിസ്ട്രി എക്സാമിനെ വെച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞാറ്റ വന്നത് ഗൈസ്. ഇത് അത്യാവശ്യം നന്നായി പഠിക്കുന്നവർക്കാണെങ്കിൽ A+ കിട്ടാനുള്ള ഒരു പേപ്പറാണ്. എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് 1 വേർഡൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ 2 മാർക്കിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എനിക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കതും ഞാൻ പഠിച്ചതാണ് വന്നിട്ടുണ്ടായിരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ 2 മാർക്കിൻ്റെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ 3 മാർക്കിൻ്റെയാണ്. 3 മാർക്കിൻ്റെ കുറച്ചുകൂടെ എനിക്ക് കിട്ടി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ പകുതി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 4 മാർക്കിൻ്റെ കുറച്ച് പ്രശ്നമായിരുന്നു. 4 മാർക്കിൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വാണ്ടം നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ VSCPR തിയറിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിലേക്കുള്ള കുറച്ച് മറ്റേ ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഇൻഡിക്കേറ്റീവ് എഫക്റ്റൊക്കെ ഞാൻ അന്ന് ഇരുന്ന് പഠിച്ചു പോയതാണത്. പക്ഷെ എനിക്കത് അവിടെ ചെന്ന് എനിക്കത് ഓർമ്മ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉണ്ടാക്കി എന്തൊക്കെയോ എഴുതി വെച്ചു. സംഭവം ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡബിൾ പാസ് ഉണ്ടാവും എന്ന് എൻ്റെ മനസ്സ് പറയണു. എനിക്കറിയില്ല ഇനി എഴുതി വെച്ചാണോ മൊത്തം തെറ്റാണോ ഒന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് വരുമ്പോൾ അറിയാം. ഇനിയിപ്പം അടുത്ത എക്സാമിന് ബയോളജിയാണ്, പഠിക്കണം. ബയോളജി പഠിച്ചങ്ങനെ തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെമിസ്ട്രി എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പേപ്പറായിരുന്നു. അങ്ങനെ ടഫാക്കിയിട്ടൊന്നും ഇട്ടിട്ടില്ല. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ മീൻസ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാമാണ് കുറച്ചൊന്ന് ടഫായത്. മോഡലും ഇനിയും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി ബാക്കി എക്സാം എന്താണെന്ന് അറിയില്ല. പിന്നെ മലയാളം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അതും കഴിഞ്ഞിട്ട് ഈ വീഡിയോന് വേണ്ടി. മലയാളം കുഴപ്പമുണ്ടായിരുന്നില്ല. സംഭവം ഞാൻ എഴുതി വെച്ചിരുന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ടഫായിരുന്നു മലയാളം എന്ന് ഞാൻ പറയണത്. എൻ്റെ ഒരു ഇത് പറയാണ്, കുറച്ച് ടഫായിരുന്നു. വീട്ടിൽ അകത്തിരുന്ന് കഴിഞ്ഞാൽ വെളിച്ചുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നിറച്ച് വണ്ടികൾ വന്നിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഡബിൾ പാസ് ഉണ്ടാവും. ഞാൻ എൻ്റെ മനസ്സ് പറയുന്നപ്പോൾ എല്ലാവരും ഡബിൾ പാസ് ഉണ്ടാവാൻ വേണ്ടി ഡബിൾ പാസ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. പേപ്പർ ചുളിഞ്ഞ് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചുളിഞ്ഞു. ഞാൻ ഇത് കളഞ്ഞിട്ടുണ്ടാവുന്ന പേപ്പർ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പം. എൻ്റെ മുടി ഇന്നലെ ഞാൻ ഷാമ്പു ഇട്ട് കുളിച്ചുള്ളൂ. അതാണ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വെളിച്ചെണ്ണ ഇടാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഇടാറില്ല. പക്ഷെ എൻ്റെ ഹെയർ പെട്ടെന്ന് അങ്ങ് തന്നെ ഇരുന്ന് ഓയിലി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇടാറില്ല. അതുകൊണ്ട് പറന്ന് നിൽക്കണം. അപ്പോൾ ഞാനിനി ഇരുന്ന് പഠിക്കാൻ പോകണം. പിന്നെ അവിടെ അടുക്കളയിൽ അമ്മച്ചി അവർ പള്ളിയിലൊക്കെ പോയി വന്നു. ഞാൻ അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് ഇപ്പം അവർ നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നൂലപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ പഠിപ്പൊന്നുമില്ല. ഞാനൊരു മീഡിയം സ്റ്റുഡൻ്റാണ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ബയോളജി എക്സാം ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പഠിച്ചതൊന്നും അങ്ങനെ മീൻസ് ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചിട്ട് ഞാൻ കുറച്ച് മറക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയില്ല. എൻ്റെ ബോട്ടണിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടണി അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. സുവോളജിയാണ്. സുവോളജി ഇരുന്ന് പഠിക്കണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഠിച്ച് തീർക്കണം. ഇനിയൊക്കെ പഠിച്ചെങ്കിൽ തീർക്കണം. എല്ലാ എക്സാമും സിമ്പിളാവണം. നമ്മൾ പറഞ്ഞാൽ സിമ്പിളായി വിചാരിച്ച്
എല്ലാ എക്സാം സിമ്പിൾ ആവണമെന്നില്ല, പറയാൻ പറ്റില്ല. എങ്ങനെയാവും പേപ്പർ ഇടാന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്നപ്പം കുറേ പ്ലസ് ടുവിലത്തെ ആൾക്കാർ ചേച്ചിമാരും ചേട്ടന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിരിക്കും. അവർക്ക് എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും അവർക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ A+ ആക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പേപ്പർ വെച്ചിട്ട്. A+ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്തായാലും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഡബിൾ പാസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്കിനി റിസൾട്ട് വരുമ്പോൾ അറിയാം. അപ്പം എന്താ ചെയ്യാൻ പോവാം, നമുക്ക് പോയിട്ട് അവിടെ നൂലപ്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, അമ്മച്ചിയുടെ നൂലപ്പം ഉണ്ടാക്കുവാണ്. ഇതുണ്ടാക്കിയതാണ്. അപ്പോൾ അതെ ഇതാണ് നൂലപ്പം ഗൈസ്, അമ്മച്ചി ഉണ്ടാക്കിയതാണ് നൂലപ്പം. ഞാനാണ് വാഴല പൊട്ടിച്ചു കൊടുത്തത്, എവിടെ പുറത്ത് പോയിട്ട്. ഞങ്ങളുടെ ബാക്കിൽ അമ്മച്ചി ഉണ്ടാക്കി തട്ടുന്നു. വാഴലയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിർത്തി എടുക്കാനും സിമ്പിളാണ്. ഞാനാക്കാം. നൂലപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പള്ളിയിൽ പോവാന്ന് വിചാരിച്ചു. നൂലപ്പം എന്റെ വിചാരം ഇന്ന് ഞായറാഴ്ച അല്ല, ഇന്നലെയൊക്കെ കിടക്കുമ്പോ ഓർത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. 5:30 കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കിയാ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ തന്നെ അത് ഓഫാക്കി. എന്നിട്ട് ഓഫാക്കിട്ട് 5 മണി കഴിഞ്ഞ് 5:15 പിന്നെ ഞാൻ അറിയണേ എന്റെ അമ്മേ ഇന്ന് പള്ളിയിൽ പോണ്ടേ. ഞാൻ പിന്നെ ബാഗ് കയറ്റി ചായ വെച്ചു. ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചു. പള്ളിയിൽ പോയി വന്നിട്ടുണ്ടാക്കാം. പിന്നെ ഈ വീട്ടിൽ ഞാനാണ് ഫസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആള്. ഞാനും അമ്മയ്ക്കാണ് ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. അമ്മച്ചിയൊക്കെയാണ്. ബാക്കി ഇവിടെയുള്ള മിക്ക ആൾക്കാരും 10 മണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും കഴിക്കുമ്പോൾ കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നേരെ വൈകിട്ട് ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് വേണം. വരുന്നില്ലേ ആ വട്ടത്തിലുണ്ടാക്കിക്കോട്ടാ, ചിറ്റി 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 ഉണ്ടാക്കിക്കോ. മാളൂണ് ഉണ്ടാക്കണത് കേട്ടോ. മാളൂനെ നമുക്ക് പണിയൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ടേ? മതി 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 മതി. നിങ്ങൾ പറയും ചിലപ്പോ മുടി അയച്ച് നിന്ന് അടുക്കളയിൽ നിൽക്കാൻ പാടില്ല എന്ന്. ഞാൻ വെറുതെ ഒന്നും ആക്കാൻ പോയതാണ്. ഇത് ബാക്കിയുള്ള നമ്മൾ ചെയ്തോളൂ, ഞാൻ വെറുതെ. അതെ, എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ടാണ്. അതെ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറാറില്ല, എൻ്റെ ആവശ്യം വരാറില്ല അടുക്കളയിൽ, സോ ഞാൻ കയറാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ മുടി അയച്ചിട്ടത് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കെട്ടാൻ പറ്റില്ല, ഞാൻ നേരെ അങ്ങോട്ട് പോയില്ലേ. അപ്പം ഇനി അത് പറയരുത്, മുടി അയച്ച് നിന്നിട്ട് അടുക്കളയിൽ കയറി എങ്ങാനും പറയുകയാണെങ്കിൽ എന്നാണ് ഉദ്ദേശം. അപ്പം നമ്മളിനി പഠിക്കാൻ പോവാണ്. പഠിച്ചിട്ട് വരാം. ഗൈസ് കടയിൽ പോയവരെന്തൊരു വാങ്ങിയേ ബീഫ് കായം. എനിക്ക് ഇഷ്ടമല്ല കായിട്ട് വെക്കണത്. ബീഫ് നീ ഇതിനാ കായം ചിക്കി പറക്കി കൊടുക്കാം. ഇതാരാ തിന്നണത്? ആരാ നൂലപ്പം തിന്നണത്? ഗൈസ് ആമി നൂലപ്പം തിന്നുമാണ് ഗൈസ്. 2 കൈ കൊണ്ടാണ് തിന്നുന്നത്. ബീഫ് കറി, അമ്മ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ബീഫ് കറി. അങ്ങനെ ഗൈസ് ഉച്ചയിലത്തെ ആ ചോറും കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് നീര് വെച്ച് പിടിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കര തലവേദന, നീരീച്ച, ശബ്ദമൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെയ്തു, ഞാൻ കുറച്ച് നേരമായി കിടന്നു. ഒരു മണിക്കൂർ ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ട് ഞാൻ കുറച്ച് നേരമായി കിടന്നു. ഇതേ കുറച്ച് നേരത്തെ എണീറ്റ് ഞാൻ വീണ്ടും പഠിക്കാതിരിക്കുകയാണ് ഗൈസ്. ഒന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വയ്യ, പക്ഷെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. എന്താ പറയുക, നീരീച്ചായിട്ട് ഞാൻ ടവലല്ല ടിഷ്യൂ കൊണ്ട് നടക്കണം. ഞാൻ മൂക്ക് തുടച്ച് നടക്കുകയാണ്. അപ്പം ആകെ വയ്യാണ്ടായിട്ടിരിക്കണത്. അപ്പം ഇനിയിപ്പം ഞാൻ ആവി പിടിക്കാൻ പോവാണ്. ആകെ വയ്യ, എനിക്ക് പനിക്കുണ്ടോ? ചെറുതായിട്ടൊരു ചൂടുണ്ട്, അല്ലാണ്ട് പനിയൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ എനിക്കൊരു മാതിരി സുഖമില്ല, പഠിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക്. ഈ എക്സാം ടൈമിലൊക്കെ പനി വന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഒരു മാതിരിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിക്ക് ആയിട്ടുണ്ട്. പിന്നെ ആവി പിടിയും അമ്മ കൊണ്ടുപോയി വെള്ളം കൊണ്ടുതരും അമ്മ. അപ്പം ആവി പിടിച്ചിട്ട് ഞാൻ ഇനി കുളിക്കാൻ പോകും ഗൈസ്.
പുറത്ത് കുഞ്ഞാറ്റിയും കുക്കും കൂടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാറ്റിയും കുക്കും. എബിയാൻ്റെ വാങ്ങി വന്നതാണ് കേട്ടോ ലേസ്. കാഴ്ച ഇത് അമ്മച്ചിയുടെ പയറും ചെടിയിൽ നിന്നുണ്ടായതാണ് കേട്ടോ. കണ്ടോ, നമുക്കിനി പയർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് അമ്മച്ചിയുടെ ചെടിയുമെന്ന് അങ്ങനെ കിട്ടുന്നുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഇനി നമ്മൾ ആവി പിടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പുതപ്പ് തലേക്കൂടി ഇട്ടിട്ടിരിക്കുകയാണ്. ഞാൻ ആവി പിടിക്കാൻ പോവാണ്. മമ്മ ഇവിടെ എനിക്ക് ആവി പിടിക്കാനുള്ളത് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ചൂടുണ്ട്. നമുക്കിനി ആവി പിടിക്കാം. അപ്പം ഇതിനകത്ത് പനിക്കൂർക്കയുണ്ട്, പിന്നെ ഇതിനകത്ത് പനിക്കൂർക്കയുണ്ട്, പിന്നെന്താ തുളസി ഇലയുണ്ട്, പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഗൈസ്. ഗൈസ് ഇങ്ങനെ ഉഷ്ണിക്കണം കണ്ടോ. വിശർത്തു, ഞാൻ ഉഷ്ണിച്ചു. ഇങ്ങനെ വേണം ആവി പിടിക്കാൻ, ഇങ്ങനെ വേണം എല്ലാവരും ആവി പിടിക്കാൻ. അപ്പോഴേക്കും അവിടെ അപ്പുറത്തെ വീട്ടിൽ അമ്മാമ്മ വിളിച്ചു എന്നെ മാങ്ങ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് വാങ്ങാൻ വേണ്ടി പോകട്ടെ. അതെ വരണേ. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇരുന്ന് പഠിക്കണം വീണ്ടും. പിന്നെ ബിയാൻറ്റിയുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അവരായിട്ടൊക്കെ ഞങ്ങൾ നിന്ന് സംസാരിച്ചപ്പോൾ അവർ ചായയൊക്കെ കുടിക്കായിരുന്നു. പിന്നെ എനിക്ക് 3 ഉണ്ണികളുണ്ട്. അപ്പോൾ അവരെ കാണിച്ചാൽ കേട്ടോ. അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് നമ്മളെ. പിന്നെ അവരുടെ വീട് വന്നിട്ട് വട്ടക്കൊട്ടായിലാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ. ബിയാൻറ്റിയുടെ കസിൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്. പഠിപ്പൊന്നും ആയിട്ടില്ല. അപ്പം എനിക്ക് ടെൻഷനിലായിട്ട് പോയി ടെൻഷൻ. അപ്പം ഞാൻ പഠിക്കാൻ പോവാണ്, ഇരുന്നിട്ട് പഠിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഈ 2 പിള്ളേർ വിളിച്ചുകൊണ്ടായിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ വിളിച്ചുകൊണ്ടായിട്ടൊരു സംഭവം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഉണ്ടാക്കിയൊരു സംഭവം തന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു മക്കളെ, താങ്ക് യു പിള്ളേരെ. ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഒരു ബുക്ക് പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട്. പിന്നൊരു മിഠായി എനിക്ക് തന്നു. ഇവളാട്ടെ എനിക്ക് എൻ്റെ ഉണ്ടാക്കി. അപ്പൊ താങ്ക് യു. അപ്പൊ ഞാൻ ഇനി പഠിക്കട്ടെ. ടാറ്റാ. അവർ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ പഠിക്കൽ തന്നെയാണ്. ഇനിയിപ്പം നാളെ എക്സാം കഴിഞ്ഞിട്ട് ഇനി അറിയാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ.